ഹലോ ഗൈസ്, എല്ലാവർക്കും ആദീസ് ലോകത്തേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചപ്പാത്തി വെച്ചിട്ടൊരു വെറൈറ്റി സ്നാക്കാണ്. വേറെ ഒന്നും കൊണ്ടല്ല, തലേ ദിവസത്തെ ചപ്പാത്തി കുറച്ച് ബാക്കിയിരിപ്പുണ്ടായിരുന്നു. ഇത് വെറുതെ കളയണ്ടല്ലോ, ഇത് വെച്ചിട്ട് എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ചപ്പോഴാണ് ഈ ഒരു സംഭവം എൻ്റെ തലയിൽ ഒതിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചപ്പാത്തി ഇതുപോലെ ഒന്ന് ചെറുതാക്കി റോളാക്കിയിട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല നീളമുള്ള നൂഡിൽസ് പോലെ ഇരിക്കും, പക്ഷേ മിക്സ് ചെയ്ത് വരുമ്പോൾ ഇത് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഇതിനൊരു പേരില്ല, അതുകൊണ്ടാണ് ചപ്പാത്തി സ്നാക്ക് എന്നിട്ടത്. ഇനി ഇതിലേക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളാണ്: 2 ചെറിയ സവാള, 1 തക്കാളി, കുറച്ച് പച്ചമുളക്, വേപ്പില, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മളുടെ പച്ചമുളകും വേപ്പിലയും കൂടി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതും കൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ചെറുതാക്കി അരിഞ്ഞ 2 സവാളയും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. സവാളയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്ത് ആ പൊടികളുടെ പച്ചമണം മാറണ വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച 1 തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം മിക്സ് ചെയ്യുക. ഈ തക്കാളി ഒന്ന് ഉടഞ്ഞ് വന്ന് അതിൻ്റെ എണ്ണയൊന്ന് തെളിഞ്ഞ് വരണ വരെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 3 to 4 മിനിറ്റ്സ് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോഴേക്കും നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നമ്മൾ തക്കാളി നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ടാവും. അതൊന്നും കൂടി സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉടച്ചു കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കുറച്ച് സോയാ സോസ്, ഞാനിവിടെ ഒരു ടീസ്പൂണൊക്കെ ഇട്ടിട്ടുണ്ടാവുള്ളൂ, 1 ടീസ്പൂൺ സോയാ സോസും കുറച്ച് ടൊമാറ്റോയും, ഞാനിവിടെ 3 പാക്കറ്റ് ടൊമാറ്റോൻ്റെ കുഞ്ഞ് സാഷസാണ് ഇട്ടിരിക്കുന്നത്. അതിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച ചപ്പാത്തി അങ്ങ് ഇട്ട് കൊടുത്തിട്ട് 2 സ്പൂൺ വെച്ചിട്ട് നമ്മൾ ഈ ഹോട്ടലിലൊക്കെ കാണില്ലേ നല്ലോണം മിക്സ് ചെയ്യണത്, അതുപോലെ നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ മസാലയും ആ ചപ്പാത്തിയും എല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കിട്ടണം നമുക്ക്. ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചപ്പാത്തി സ്നാക്ക് റെഡി. ഇതിനൊരു പേരില്ല, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇതിനെ വിളിക്കാം. ഞാനിപ്പോൾ ബാക്കിയുണ്ടായ ചപ്പാത്തി വെച്ച് ഉണ്ടാക്കിയതാണ്. പുറത്ത് നല്ല മഴയുണ്ട്, അപ്പോൾ ഒരു ചൂട് കട്ടൻ ചായയും കൂടി ഇട്ടിട്ട് ഇതും കൂടി കൂട്ടി കഴിച്ച് കഴിഞ്ഞാൽ ആഹാ അന്തസ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.